സുഹൃത്തുക്കളെ, അല്പം ഇടവേളയ്ക്ക് ശേഷം ഒരു ചെറുകഥയുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ്. ഈ ചെറുകഥയുടെ പേര് ശുഭയാത്ര. തുടങ്ങട്ടെ. ഇന്ന് രാവിലെയാണ് എനിക്കത് സംഭവിച്ചത്. അറിയാമായിരുന്നു എൻ്റെ കാര്യത്തിലും ഇത് ഉടൻ സംഭവിക്കുമെന്ന്. അതിനാൽ തന്നെ എനിക്ക് വിഷമമോ ഞെട്ടലോ ഒന്നുമില്ല. എന്നാലും ചെറിയ പേടിയുണ്ടായിരുന്നു. കാരണം യൗവനം നശിച്ച് ഉണക്ക ഇലകളായി കൂടെ ഉണ്ടായിരുന്നവരോരോരുത്തരായി താഴേക്ക് നിലംപതിക്കുമ്പോഴെല്ലാം അമ്മ മരം ഓർമ്മിപ്പിക്കും, നീ ചിരിക്കേണ്ട, ഒരു ദിവസം നീയും ഇതുപോലെ. പക്ഷേ എനിക്കാകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ എന്തായിരുന്നു എന്ന് വെച്ചാൽ, താഴെ വീണാലും പതിക്കുന്നത് തോട്ടിലെ ഒഴുകി നീങ്ങുന്ന തെളിനീരിലേക്കായിരിക്കുമല്ലോ. അമ്മ മരത്തിൻ്റെ ചില്ലക്കൈയിൽ പൊട്ടിമുളച്ചു തുടങ്ങിയ കാലം തൊട്ടേ അതിയായി മോഹിച്ചിരുന്നു ഈ ഒഴുക്കുവെള്ളത്തിലൂടെ പാറിക്കളിച്ച് പുതിയ ലോകങ്ങൾ തേടി പ്രയാണം ചെയ്യണമെന്ന്. ആ മോഹമാണിന്ന് സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. ആനന്ദത്തിന് ഇനി എന്ത് വേണം? അത്യാഹ്ലാദത്തിൽ തന്നെ എന്നേക്കുമായി നഷ്ടപ്പെട്ട അമ്മ മരത്തിൻ്റെ വിലാപം ചെവി കൊള്ളാതെ ഞാൻ പുറപ്പെട്ടു. നീരിൽ നീന്തി തുടിക്കുന്ന പരൽമീനുകൾ ആദ്യമൊന്നും പരിചയം ഭാവിച്ചില്ല. എങ്കിലും ഒഴുക്കിൽ തെന്നി നീങ്ങി തുടങ്ങിയ എന്നെ പിന്നീടവർ തട്ടിക്കളിക്കുവാൻ തുടങ്ങിയിട്ടുണ്ട്. വിശാലമായ പാടശേഖരങ്ങളെ വകഞ്ഞുമാറ്റി ഒരു അരഞ്ഞാണം പോലെ ഒഴുകി ഒഴുകി അങ്ങകലെ പുഴയിൽ ചെന്ന് ചേരുമത്രേ ഈ തോട്. ഇതെല്ലാം അമ്മ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ്. തോട്ടിൽ നിറയെ പരൽമീനുകളും തവളകളും നീർക്കോലികളും ഇരുവശത്തുമായി ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ പടവുകളും കൈതക്കാടും കുറ്റിച്ചെടികളും കല്ലുകൾക്കിടയിൽ ഇര വിഴുങ്ങി മയങ്ങിക്കിടക്കുന്ന പാമ്പുകളും ഇരുവശങ്ങളിലുമായി നെൽപ്പാടങ്ങളും വാഴത്തോട്ടങ്ങളും മനുഷ്യർ താമസിക്കുന്ന വീടുകളും ഉണ്ടാവുമത്രേ. കൂടാതെ മനുഷ്യർ കുളിപ്പിച്ച് വൃത്തിയാക്കുവാൻ തോട്ടിലിറക്കുന്ന നാൽക്കാലികളും ആനകളും വേറെ. എല്ലാം എനിക്ക് കാണണം. കുറേയേറെ കാഴ്ചകൾ കണ്ട് മനുഷ്യരുടെ കഥ പറച്ചിലുകളും കേട്ട് അങ്ങനെ ഒരു യാത്ര. ഏതായാലും ഞാൻ ആ യാത്ര തുടങ്ങിക്കഴിഞ്ഞു. സുഹൃത്തുക്കളെ, എൻ്റെ കൂടെ വരികയാണെങ്കിൽ നമുക്കൊരുമിച്ചാകാം യാത്ര. കുറച്ച് ആശങ്കകളൊക്കെ ഉണ്ട് കേട്ടോ. അതിഭീകരരായ കല്ലുകളും കൈതക്കാടുകളും ഇടയ്ക്കിടയ്ക്ക് എൻ്റെ യാത്ര തടയുവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പുറപ്പെട്ട് ഏതാണ്ട് 1/2 കിലോമീറ്ററോളം പോന്നു കഴിഞ്ഞു. ദൈവാനുഗ്രഹത്താൽ അലകളായി ഒഴുകുന്ന വെള്ളവും പിന്നെ കാറ്റും ഇവരൊക്കെ എന്നെ ഇതുവരെയും എവിടെയും തടയപ്പെടാതെ നീക്കി കൊണ്ടുവന്നു. ഇങ്ങനെ അങ്ങ് പോകുവാനായാൽ ഭാഗ്യം. കൂടെ നീന്തുന്ന ചെറുമീനുകൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഉമ്മ വെച്ച് പോകുന്നതൊഴിച്ചാൽ ഇതുവരെ ഒരു പുതുമയുള്ള അനുഭവവും ഉണ്ടായിട്ടില്ല. അതാ അവിടെ ഒരാൾ ഏത്തം കോരുന്നു. കോരിയെടുത്ത് പാടത്തേക്ക് ഒഴുക്കിവിടുന്ന ജലത്തേക്കാൾ വിയർപ്പ് തുള്ളികൾ അയാളുടെ ഉറച്ച ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്നു. കടിച്ചു പിടിച്ച ബീഡിയിൽ നിന്നുയരുന്ന പുകപടലങ്ങൾക്കിടയിലൂടെ ഒരു മൂളിപ്പാട്ടും ഉണ്ട്. വെയിലിൻ്റെ ചൂട് എന്നെ ഒട്ടും ബാധിക്കുന്നില്ല. കളകളാരവത്തോടെ ഒഴുകുന്ന വെള്ളം തരം കിട്ടുമ്പോഴെല്ലാം എന്നെ മുക്കി വീണ്ടും തട്ടിക്കളിച്ച് നീങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതിനാൽ ചൂടൊട്ടും അറിയുന്നില്ല. ഇപ്പോൾ അമ്മ മരത്തിൽ നിന്നും കുറേ ദൂരം പോന്നിരിക്കുന്നു. കുറച്ച് അകലിൽ നിന്നുമാവണം. റേഡിയോ സംഗീതം കേൾക്കുന്നുണ്ട്. മനുഷ്യർ താമസിക്കുന്ന വീടുകളുള്ള മേഖലയിലെത്തി എന്ന് തോന്നുന്നു. അതെ, വീടുകൾ തന്നെ. ഓരോ വീടിനു മുൻവശത്തും മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവെട്ടം എന്ന പോലെ മങ്ങിയ ബൾബുകൾ, തോട്ടിലേക്ക് ഇറങ്ങുവാൻ കൽപ്പടവുകൾ, തുണി അലക്കുന്ന കല്ലുകൾ. പല അത്തരം അലക്കുകല്ലുകളിലും ഒട്ടിച്ചു വെച്ച അലക്കു സോപ്പിൻ്റെ ശേഷിപ്പുകൾ. മീതെ മനുഷ്യർക്ക് മറുകരയിലെത്തുവാൻ പാലങ്ങൾ. ചിലത് തടി കൊണ്ടും മുളകൾ വെച്ച് കെട്ടിയും ആണെങ്കിൽ ചുരുക്കം ചിലയിടങ്ങളിൽ കല്ലും മണലും സിമൻറ്റും കമ്പിയും ഉപയോഗിച്ച് നിർമ്മിച്ച കോൺക്രീറ്റ് പാലങ്ങൾ. അത്തരം സിമൻറ്റ് പാലങ്ങൾക്ക് മുകളിലും രസകരമായ കാഴ്ചകളുണ്ട്. വയസ്സന്മാർ ബീഡി വലിച്ചും മുറുക്കിത്തുപ്പിയും ലോകവിശേഷങ്ങൾ ചർച്ച ചെയ്യുന്നു. ചെറുപ്പക്കാർ കഥകൾ പറയുന്നു. ചിലർ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നു. കുട്ടികൾ തായം കളിക്കുന്നു. ആകെ മൊത്തം സംഭവബഹുലം ഓരോ സിമൻറ്റ് പാലവും. കുറച്ചുകൂടി മുന്നോട്ട് പോയി. അതാ ഏതാനും സ്ത്രീകൾ കുട്ടികളുമായി കുളിക്കലും അലക്കലുമായി ഒരു കടവിൽ. ആകെ ശബ്ദകോലാഹലം. കുട്ടികൾ വെള്ളത്തിൽ ചാടി കളിക്കുന്നു, നീന്തുന്നു, വെള്ളം കലക്കി മറിക്കുന്നു. അലക്കലിനേക്കാൾ ഉഷാറായി നടക്കുന്നത് സ്ത്രീകൾ തമ്മിലുള്ള ചർച്ചകളാണ്.
ചിലർ സ്വകാര്യം എന്ന പോലെ സംസാരിക്കുന്നു, ചിലരാകട്ടെ ഉറക്കെ പ്രതികരിക്കുന്നുമുണ്ട്. ഇത്രമാത്രം എന്താണോ ചർച്ച? കാര്യങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ട്, ഒഴുക്കിൽ നിന്ന് ശ്രദ്ധിക്കാനുമാകുന്നില്ല. ഹോ ഭാഗ്യം, ഒരു കല്ല് എന്നെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. എത്ര നേരത്തേക്ക് എന്നറിയില്ല. ഉള്ള സമയം സംഭാഷണം കേട്ട് നോക്കാം. ഓ, ഇന്നത്തെ കാലത്ത് ഇതിലൊന്നും ഒരു കാര്യവുമില്ലടി തങ്കമണി, തുണി ഒലിമ്പിക്കൊണ്ട് ഒരു തടിച്ച സ്ത്രീ പറഞ്ഞു. അതെന്താ ലീല നീ അങ്ങനെ പറയണേ? നല്ല കുടുംബത്തിൽ പെട്ടവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാണോ ഈ ഒളിച്ചോട്ടമൊക്കെ? കുത്തിത്തിരുമ്പൽ ഒന്ന് നിർത്തി ചെരിഞ്ഞു നോക്കി തങ്കമണി. അല്ല എൻ്റെ കൂട്ടരെ. അരികിലായി ഒരു കല്ലിൽ കുത്തിയിരിപ്പുണ്ടായിരുന്ന ഒരു സ്ത്രീ എഴുന്നേറ്റ് പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. എങ്ങോട്ടാ പെണ്ണ് ഈ ആ ചെക്കൻ്റെ കൂടെ ഓടിപ്പോയതെന്ന് വല്ല അറിവുണ്ടോ? മൈസൂർക്കിൻ്റെ രാധാമണിയെ മൂക്കത്ത് വിരൽ വെച്ച് തങ്കമണി തുടർന്നു. 2 ദിവസം കഴിഞ്ഞ് പിടിച്ചോണ്ട് വരികയുണ്ടായത്. അല്ല എൻ്റെ കൂട്ടരെ, ഈ പ്രേമം ഒളിച്ചോട്ടമൊക്കെ ലോകത്തിലാദ്യമായിട്ടാ ലീല വാദിക്കുന്നുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമാണ് വെച്ചാൽ അങ്ങോട്ട് കെട്ടിച്ചു വിടുക, അതാ വേണ്ടിയിരുന്നതേ. അതൊക്കെ ആ പെണ്ണിൻ്റെ തന്ത വരുത്തി വെച്ച പ്രശ്നങ്ങളാണ്. എൻ്റെ ലീലെടുത്തിയേ എന്നും പറഞ്ഞ് ചെക്കൻ്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവുക ചെയ്യുക. രാധാമണിക്ക് തീരെ സഹിക്കുന്നില്ല. അതെന്നെ തങ്കമണിക്ക് വർദ്ധിച്ച ആവേശം. ഇതിനിടയ്ക്ക് ഏതോ ഒരു വിരുദ്ധൻ ചെറുക്കൻ പെട്ടെന്നാണ് തോട്ടിലേക്ക് എടുത്തു ചാടിയത്. ശരിക്കും ഞെട്ടിപ്പോയി. ആ ചാട്ടത്തിൽ വെള്ളം നന്നായി ഒന്ന് ഉലഞ്ഞിളകി. ആ ഇളക്കത്തിൽ എൻ്റെ പിടുത്തവും വിട്ടു. ഞാൻ വീണ്ടും ഒഴുകി തുടങ്ങി. കുളിയും അലക്കലും കഴിഞ്ഞ് കരയിലേക്ക് കയറി തുടങ്ങിയ ലീലയെ നോക്കി. നമുക്ക് എന്തായാലും എന്താ അല്ല എൻ്റെ ലീലേ എന്ന് രാധാമണി പറഞ്ഞപ്പോൾ, ഈ ലീലയ്ക്കതൊന്നും ഒരു പ്രശ്നവും വഴിയില്ല. എന്താച്ചാ നല്ലപ്പം കാലത്ത് ഇവളാ വീട്ടുകാരൻ വാസുവിൻ്റെ കൂടെ ചാടിപ്പോയോളല്ലേ എന്ന് തങ്കമണിയും പിറുപുറത്തത് അവ്യക്തമായി കേട്ടു. നല്ല തമാശ. ഊറിച്ചിരിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. തോടിൻ്റെ പലയിടങ്ങളിലും പടവുകൾ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നു. കല്ലുകളെല്ലാം വെള്ളത്തിനടിയിലാണ്. ഓരങ്ങളിലായി കാട് പോലെ വളർന്ന കുറ്റിച്ചെടികളും കൈതക്കാടുകളും. വീടുകളുള്ള ഭാഗത്തെത്തുമ്പോഴാണ് അല്പമെങ്കിലും മെച്ചപ്പെട്ട പടവുകൾ കാണാനാവുന്നത്. പിന്നെ കോൺക്രീറ്റ് പാലങ്ങൾ ഉള്ളയിടങ്ങളിലും. ഏതോ വീടിനരികിലൂടെ നീങ്ങുമ്പോഴാണ് കേൾക്കാനായത് നല്ല നാടകത്തിൽ നിന്നുമെന്നോണം സംഭാഷണ ശകലങ്ങൾ. മനസ്സിലായി, സീരിയലുകളിൽ നിന്നുമാണ്. സന്ധ്യാനേരമായല്ലോ, എല്ലാവരും ടി വിക്ക് മുമ്പിലായിരിക്കും. വിളക്ക് വെച്ച് നാമജപം ഒന്നും പതിവില്ലാതായിരിക്കുന്നു എന്ന് അമ്മ വരം പറയുമായിരുന്നു ഓർക്കുന്നു. ഒരു വീടിന് പുറത്ത് ഒരു നായ ഗൗരവത്തിൽ പാടത്തേക്ക് നോക്കിയിരിപ്പുണ്ട്. ഗമ കണ്ടാൽ തോന്നും മുമ്പിൽ ഇക്കാണുന്ന കൃഷിയിടങ്ങളുടെ എല്ലാം മേൽനോട്ടം താനാണ് വഹിക്കുന്നതെന്ന്. ഏതാനും വീടുകൾ കടന്ന് മുന്നോട്ട് നീങ്ങി. അവിടെ ഒരു സിമൻറ്റ് പാലത്തിന് പുറത്ത് 3 കൗമാരപ്രായക്കാരായ കുട്ടികൾ ഇരുന്ന് നടുവിലെ പയ്യൻ്റെ കയ്യിലുള്ള എന്തോ സംഭവത്തിലേക്ക് ഉറ്റുനോക്കുന്നുണ്ട്. അതിൽ മാത്രമാണ് അവരുടെ ശ്രദ്ധ. പിടികിട്ടി, മൊബൈൽ ഫോണാണ്. എനിക്കിതെങ്ങനെ മനസ്സിലായി എന്ന് സംശയിക്കേണ്ട കേട്ടോ. എൻ്റെ അമ്മമരത്തിൻ്റെ ഒരു ഭാഗത്തായി ഒരു ഒറ്റയടിപ്പാതയുണ്ട്, തോടിനരികിലായി തന്നെ. ആ വഴിയിലൂടെയാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും നാട്ടുകാരും യാത്ര ചെയ്തിരുന്നത്. മിക്കവരുടെയും പക്കൽ മൊബൈൽ ഫോണുകളുണ്ട്. അതിലേക്ക് ഉറ്റുനോക്കി ഒറ്റയ്ക്ക് ചിരിച്ചും സ്വയം സംസാരിച്ചും തപ്പിത്തടഞ്ഞുമാണ് അവർ നടക്കുന്നത്. ഇത് നിത്യകാഴ്ചയായിരുന്നു. സായിപ്പന്മാർ മനുഷ്യരുടെ തലയിൽ വെച്ച് പിടിപ്പിച്ച കാശ് കൊടുത്തു വാങ്ങിയ മാരണം എന്ന് അമ്മ മരം പറയുമായിരുന്നു. ശരിയാണ്. ഇപ്പോൾ ഈ കുട്ടികളുടെ കാര്യം തന്നെ എടുക്കാം. അവർ എത്ര നേരമായി അവിടെ ഇരിപ്പുറപ്പിച്ചിട്ടുണ്ടാവുക? ഇനി എത്ര നേരം വരെ ആ ഇരിപ്പ് തുടരും? ഈ നേരം ഇരുട്ടിയോ വീട്ടുകാർ അന്വേഷിക്കുന്നുണ്ടാവുമോ? ഇതൊന്നും ഇപ്പോൾ അവരുടെ വിഷയങ്ങളല്ല. കഷ്ടം. ഇവരെപ്പോഴായിരിക്കും പഠിക്കുന്നത്, കളിക്കുന്നത്, സന്ധ്യാനാമം ജപിക്കുന്നത്, വീട്ടുകാരോട് ആശയവിനിമയം നടത്തുന്നത്, ക്ഷേത്ര ദർശനത്തിന് പോകുന്നത്? ആർക്കറിയാം. കലികാലം തന്നെ, അല്ലാതെ എന്ത് പറയാനാകും. ഈ ഭാഗം ഒരു ഇറക്കമാണെന്ന് തോന്നുന്നു. എൻ്റെ യാത്രയുടെ സ്പീഡ് അല്പം കൂടി. അടുത്തെവിടെയോ ക്ഷേത്രമുണ്ടെന്ന് മനസ്സിലായി. ഭക്തിഗാനം കേൾക്കുന്നുണ്ട്. ഉവ്, അതാ കാണുന്നു കൊടിമരത്തിൻ്റെ അഗ്രം. ചെണ്ടമേളവും കേൾക്കുന്നുണ്ട്. ചെറിയ ക്ഷേത്രമാണ് എങ്കിലും ദീപാലങ്കാരങ്ങളാൽ സ്വർണ്ണപ്രഭയിൽ മുങ്ങി നിൽക്കുന്നു. ആരൊക്കെയോ വലം വയ്ക്കുന്നുണ്ട്. ചിലർ ദർശനത്തിന് മുന്നോടിയായി തോട്ടിലേക്കിറങ്ങി ശുദ്ധി വരുത്തുന്നു.
വെള്ളത്തിൻ്റെ ഒഴുക്ക് പെട്ടെന്ന് തടസ്സപ്പെട്ട പോലെ. അയ്യോ, ആ കാണുന്നത് എന്താണ്? വെള്ളത്തിൽ ഒത്ത നടുക്കിലെ ഒരു വലിയ പാറ, അതിനടുത്തായി 2 പേർ. ആ പാറ അനങ്ങുന്നുണ്ടോ? കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ആനയാണ്. തേച്ച് കുളിപ്പിക്കുകയാണ്. ഒരരികിലൂടെ ഭയന്ന് കുറച്ച് കഷ്ടിച്ച് ഇപ്പുറം കടന്നു രക്ഷപ്പെട്ടു. നേരം കൂടുതൽ ഇരുട്ടി തുടങ്ങി. ഇനി ഒന്നും കാണാൻ പറ്റാതാവുമല്ലോ. കണ്ടു മതിയായിട്ടില്ല. ഇനി എന്താ ചെയ്യുക? ഇപ്പോൾ നേരിയ വെട്ടമെങ്കിലുമുണ്ട്. അല്പം കഴിഞ്ഞാൽ കൂരിരുട്ടാകും. ഒന്ന് നടുങ്ങിപ്പോയി. തോട്ടിലേക്ക് ചാഞ്ഞ് പടർന്ന് പന്തലിച്ച കൈതക്കാട് മുമ്പിൽ. കാറ്റത്ത് ആടി ഉലയുന്നുണ്ട്. ഹോ, പേടിയാവുന്നു. മുടി അഴിച്ചിട്ട് കല്ല് തുള്ളുന്ന ഭൂതങ്ങളെപ്പോലെ. ഏതായാലും ഇലകൾക്കിടയിലൂടെ എവിടെയും തടസ്സപ്പെടാതെ ഇപ്പുറത്തെത്തി. ഭാഗ്യം. അതിനിടയിൽ എവിടെയെങ്കിലും കുടുങ്ങിയാൽ തീർന്നു. ഇപ്പോൾ തോടിൻ്റെ വീതി കൂടിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വെള്ളം ഒരരികിലൂടെ മാത്രമാണ് ഒഴുകുന്നത്. ബാക്കി ചരൽ പരന്നയിടം. ഒരു പക്ഷേ നല്ല മഴക്കാലത്ത് മാത്രമായിരിക്കും നിറഞ്ഞൊഴുകുക. അല്പം അകലെയായി മങ്ങിയ വെളിച്ചത്തിൽ ഏതാനും പേർ ചരലിൽ നിലത്തിരുന്ന് ബഹളം വയ്ക്കുന്നുണ്ട്. എന്താവോ പരിപാടി? ഇപ്പോൾ മനസ്സിലായി, വെള്ളമടിയാണ്. സംഘം കൂടി ചേർന്നിരിക്കുകയാണ്. അന്തിവരെയും കഠിനാധ്വാനമെടുത്ത് അല്പം ആനന്ദം കണ്ടെത്താൻ ഒത്തുകൂടിയ പാവം നാട്ടിൻ പുറത്തുകാരായിരിക്കും. അവരിൽ ഒരാൾ അഴിഞ്ഞുലഞ്ഞു പോയ കള്ളിമുണ്ട് അരയിൽ കെട്ടിയുറപ്പിച്ച് പണിപ്പെട്ടെഴുന്നേറ്റു. പിന്നെ നിലത്തിരുന്ന് വീശുന്ന കൂട്ടുകാർക്ക് ചുറ്റും വേച്ച് വലം വെച്ച് കൈകുട്ടിപ്പാടി നടപ്പു തുടങ്ങി. എൻ്റെ ലോകമല്ല നിങ്ങളുടെ ലോകം, എൻ്റെ വിധിയല്ല നിങ്ങളുടെ വിധിയാ, എൻ്റെ കള്ളിൻ്റെ വീര്യമില്ല, ഏറ്റു പാടടോ ചങ്ങായിമാരെ, ഹാ. അയാൾ വീണ്ടും വീണ്ടും ഇതേ വരികൾ ഉച്ചത്തിൽ പാടി തകർക്കുകയാണ്. കൈയടിച്ചും ആർപ്പു വിളിച്ചും കൂക്കിയും കൂട്ടുകാർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഈ പാട്ടും കൂത്തും കുറച്ചു നേരം കൂടി കണ്ടുനിന്ന് ആസ്വദിക്കണമെന്നുണ്ട്. നല്ല രസമല്ലേ? പക്ഷേ ഒട്ടും നേരമില്ല വിശ്രമിക്കുവാൻ എന്ന മട്ടിൽ മണ്ടിപ്പായുന്ന ഈ വെള്ളം എന്നെ നിർദ്ദയം തട്ടി നീക്കി മുന്നേറി. ദൂരെ ഏതാനും പ്രകാശശകലങ്ങൾ കാണാനുണ്ട്. വീണ്ടും വീടുകളുള്ള പ്രദേശത്തെത്തി എന്ന് തോന്നുന്നു. വൈദ്യുതി ഇനിയും എത്താത്തതിനാലാവണം മണ്ണാൻ വിളക്കുകളാണ് അവിടെയെല്ലാം എരിയുന്നത്. ഒഴുക്കിൻ്റെ വേഗത ഒന്നുകൂടി കുറഞ്ഞുവല്ലോ. എന്താണാവോ? ചിറകെട്ടി നിർത്തിയിരിക്കുകയാണ്. കൃഷി ആവശ്യങ്ങൾക്കായി വെള്ളം പാടങ്ങളിലേക്ക് തിരിച്ചുവിട്ടിരിക്കുന്നു. ചെറിയ തോതിൽ ഒഴുക്ക് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ചിറ. അതിനാൽ തന്നെ ഇവിടെ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. എൻ്റെ യാത്ര ഇവിടെ തീരുമെന്ന് തോന്നുന്നു. എന്നെപ്പോലെ നേരത്തെ യാത്ര ചെയ്തെത്തിയ ധാരാളം ഇലകൾ അവസരം കാത്ത് കെട്ടിക്കിടപ്പാണ്. 4 പുറവും നല്ല ഇരുട്ടായതിനാൽ ഒന്നും കാണാനാകുന്നില്ല. എങ്കിലും മണ്ണെണ്ണ വിളക്കുകളുടെ പ്രകാശത്തിൽ 3 വീടുകൾ കാണാം. 2 ഓടിട്ടതും 1 പട്ടപ്പുരയും. ഒരുമയോടെ കഴിയുന്ന ആൾക്കാരാണ് ഇവിടെയെല്ലാം താമസിക്കുന്നതെന്ന് ഉറപ്പ്. കാരണം വേലിയോ മതിലോ അതിർത്തി നിശ്ചയിച്ച് കണ്ടില്ല. 3 വീടുകൾക്കും മധ്യഭാഗത്തായി സ്ത്രീകളാണെന്ന് തോന്നുന്നു കുറച്ചു പേർ കൂടിയിരിപ്പുണ്ട്. അവർ പരസ്പരം പേൻ നോക്കി സഹകരിക്കുകയാണോ? അതും ഈ മണ്ണെണ്ണ വിളക്കുകളുടെ നേരിയ പ്രകാശത്തിൽ. അവർക്ക് വെളിച്ചമൊന്നും വേണ്ടായിരിക്കും. ഇത്രയും പരസ്പര ഐക്യത്തോടെ സഹകരിച്ച് ചെയ്യുന്ന മറ്റൊരു പ്രവൃത്തി സ്ത്രീകൾക്കിടയിലുണ്ടോ? പണിയും നടക്കും, സംസാരവും നടക്കും. റാഗി പറക്കുന്ന ചെമ്പരുന്തേ നീയുണ്ടോ മാമങ്ക വേല കണ്ടു. ഏതോ ഒരു വീട്ടിൽ നിന്നും ഒരു പെൺകുട്ടിയുടെ ആണെന്ന് തോന്നുന്നു പദ്യം ആലപിക്കുന്ന ശബ്ദം. അതിനിടയിലൂടെ 2 2 2 4 പദ്യാലാപനത്തെ ഖണ്ഡിച്ച് ഗുണനപ്പട്ടിക ഉരുവിടുന്ന മറ്റൊരു കുട്ടിയുടെ ശബ്ദവും. അല്പനേരത്തെ ശബ്ദ സംഘടനത്തിന് ശേഷം ഇരു ശബ്ദങ്ങളും നിലച്ചു. പിന്നെ കേട്ടത് ഉഗ്രൻ വഴക്കാണ്. നീ അപ്പുറത്ത് പോയിന്ന് പഠിക്കടാ, ഞാൻ ആദ്യം വന്നിരുന്നത്, ചേച്ചി വേണമെങ്കിൽ പൊക്കോ. അമ്മേ, ഈ ചെക്കനോട് ഇവിടുന്ന് പോകാൻ പറയുന്നുണ്ടോ? ഞാൻ പോവില്ല, ചേച്ചിക്ക് പോയാലെന്താ? തുടങ്ങിയോ രണ്ടും കൂടെ. ഇത്തവണ ശബ്ദം പൊങ്ങിയത് സ്ത്രീകൾക്കിടയിൽ നിന്നാണ്.
ഞാനങ്ങോട്ട് എണീറ്റ് വന്ന രണ്ടിൻ്റെ പുറം പൊളിയും. ആ ഭീഷണി ഏറ്റുവെന്ന് തോന്നുന്നു. പദ്യവും ഗുണനപ്പട്ടികയും പൂർണ്ണമായി നിലച്ചു. അതിനാൽ തന്നെ സ്ത്രീകളുടെ സംഭാഷണം കൂടുതൽ വ്യക്തമായി കേട്ടു തുടങ്ങി. ഇന്നലത്തെ പോലെ 4 കാലാണ് എൻ്റെ കെട്ടിയവൻ്റെ ഇന്നത്തെ വരവെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നുന്നു ഞങ്ങളുടെ കെട്ടിയന്മാരൊക്കെ അസല് മര്യാദക്കാരാന്ന്. ഒക്കെ കണക്കാ. എന്നാലും എൻ്റെ ആളെപ്പോലെ ആരും ഉണ്ടാവില്ല. നിങ്ങൾക്കറിയോ, കോഴിമുട്ട വിറ്റ് കിട്ടിയ ചില്ലറ പൈസ ഞാൻ ജീരകപാത്രത്തിലിട്ട് വെച്ചിരുന്നു. കാലമാട അത് എടുത്തുകൊണ്ടുപോയിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. ആ നാണുവിൻ്റെ ഷാപ്പ് പൂട്ടിക്കാതെ ഈ കുടിയന്മാരൊന്നും വള്ളടി നിർത്തുന്ന എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാതെ ചിരി പൊട്ടി. ഇത്രയ്ക്കും വെള്ളം പടിക്കൽ തന്നെ ചിറയിൽ നിറഞ്ഞു കവിഞ്ഞിരിക്കുമ്പോൾ ഭാര്യമാർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സൂക്ഷിച്ചു വെച്ച ചില്ലറപ്പണം മോഷ്ടിച്ച് നാണുവിൻ്റെ ഷാപ്പിൽ പോയി ഒഴുക്ക് വെള്ളം വാങ്ങി കുടിക്കുന്ന ഇവന്മാരുടെ ഒരു കാര്യേ. വെറുതെ കെട്ടിയവളുമാരുടെ തെറി കേൾക്കണോ? അല്ലാതെന്താ? ഓർത്തോർത്ത് ചിരിച്ചുകൊണ്ട് ഞാൻ യാത്ര തുടരാൻ ഊഴം കാത്തു കിടക്കുന്ന മറ്റ് ഇലകൾക്കിടയിലേക്ക് നീങ്ങി. ഈ ചെറുകഥ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.